ചിലർക്കൊരു തലവരയുണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചെന്ന് തലവെച്ചു കൊടുക്കാനുള്ള ഒരു ശിരോലിഖിതം. തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും വാർത്ത. ഇനി അതല്ല, എങ്ങോട്ടും പോകാതെ എവിടെയെങ്കിലും മാറിക്കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാമെന്ന് വെച്ചാലോ, അവസാനം അതും ഒരു വിവാദമായെന്ന് വരും. എന്നാൽ വേറെ ചിലരുണ്ട്. അവരെ തേടി വാർത്തയും ലോകവും വട്ടം ചുറ്റാൻ തുടങ്ങുന്നത് കാറ്റ് പോലും അറിയാത്തത്ര കൊടുങ്ങനെയായി. ചിലപ്പോൾ അവർ പോലും വന്നിപ്പോൾ ആനയൊന്ന് തുമ്മുന്നതും മൂക്ക് ചീറ്റുന്നതും പോലും വാർത്തയായി മാറിക്കഴിഞ്ഞ ദൈവം നാട്ടിൽ തീർച്ചയായും ഒരാനപ്രസവം അപ്പോൾ വാർത്തയാവാതെ തരമില്ല. കാട്ടിൽ ആനകൾ അവരുടെ ഇഷ്ടാനിഷ്ടം പോലെ ഇടപഴകുകയും ഇണചേരുകയും പിന്നെ പ്രസവിക്കുകയും ചെയ്യുന്നത് തെല്ലും അസാധാരണമല്ലെങ്കിലും ആ സംഭവഗതികളെല്ലാം തന്നെ നമ്മൾ നാട്ടുവാസികളുടെ പരിധിക്ക് അപ്പുറമായതിനാൽ വാർത്തയുടെയും വിവാദങ്ങളുടെയും എന്നാൽ നാട്ടിൽ ഒരാന പ്രസവിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അത് ഇമ്മിണി വലിയ ഒരു ആനക്കാര്യം തന്നെയായി മാറാതെ തരമില്ല. ഞാറ്റുവേലയുടെ നാട്ടിൽ ഒരാന പ്രസവം അരങ്ങേറിയിട്ട്, അല്ലെങ്കിൽ ഒരു നാട്ടാന ഇവിടെ പ്രസവിച്ചിട്ട് ദശകങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ ആനക്കമ്പത്തിന്റെ ഗതിവേഗങ്ങൾക്കൊപ്പം ചുവടുവയ്ക്കാനും പിടിച്ചു നിൽക്കാനും മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആന പെട്ടെന്നല്ല പോലും വാർത്തകൾ കൊണ്ട് ഒരു പഞ്ചാരിമേളം തീർത്തുകളെ. ഓർമ്മയില്ലേ, ആദ്യം ഒരാനപ്പെമ്പറം നോത്തി, ഇപ്പൊ അവളുടെ പേർ ഒപ്പിയെടുക്കാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് ഡിസ്കവറി ചാനലുകാരെത്തുന്നു തുടങ്ങിയ വാദകോലാഹലങ്ങളുടെ കാടിളക്കിയതും അവസാനം അവളുടെ ഗർഭം സത്യഗർഭമല്ല വ്യാജഗർഭമാണെന്ന പേരിലുള്ള കുഴമക്കലുകളും. പക്ഷേ ഒരു വശത്ത് വാദപ്രതിവാദങ്ങൾ അങ്ങനെ കൊട്ടി തകർക്കേ ആനപ്രസവവും അനുബന്ധ വിഷയങ്ങളുമെല്ലാം സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടയിൽ മറ്റൊരു കോണിൽ അധികമാരും അറിയാതെ ഒരാനപ്രസവം. എപ്പിസോഡിൽ കൂടി ആനകളെ പറ്റിയിട്ട് പലതും പറഞ്ഞു, പല സംഗതികളും നമ്മൾ കാണിക്കുകയും ചെയ്തു. പക്ഷേ ചില പരിപാടികൾ ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു പരിപാടി വളരെ അപൂർവമായിട്ടൊന്നാണ്. ലോകത്തിൽ മറ്റു ചില ആനകളെ പറ്റിയിട്ടുള്ളത് ദൃശ്യരംഗങ്ങളിലൊക്കെ ആനയുടെ പ്രസവം, അതിന്റെ വളർച്ച, അങ്ങനെ പലതും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സാധനം സാധിച്ചിട്ടില്ല. നാട്ടില് ആനകളെ പ്രസവിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഭാഗ്യവശാൽ കുമിളിയിലുള്ളതായ ഒരു ആന, സുന്ദരി എന്ന് പറയുന്ന ആന പ്രസവിച്ച് 24 മണിക്കൂറിന്റെ ഉള്ളില് അതിന്റെ കുട്ടിയെ കാണാനും അതിനെ ദൃശ്യവൽക്കരിക്കാനും ഈ 4 എലിഫന്റിന്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യം വളരെ അപൂർവമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. കേരളത്തില് നാട്ടിൻപുറത്തെ ആനകളെ അങ്ങനെ പ്രസവിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അങ്ങനെ പ്രസവിച്ചുവെങ്കിൽ തന്നെ ഇത്രയും ഷോർട്ട് പീരീഡിന്റെ ഉള്ളിൽ, ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ കിട്ടുക എന്നുള്ളതും അപൂർവമാണ്. ഈ പരിപാടിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്കൊക്കെ തന്നെ സ്വാഗതം. ഈ മനോഹരമായിട്ടുള്ള, ഈ അപൂർവമായിട്ടുള്ള എപ്പിസോഡ് നന്നായിട്ട് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയും. അതെ, ആരാരും പ്രതീക്ഷിക്കാതെ, വലിയ കെട്ടും മട്ടും പത്രാസുകളൊന്നുമില്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് പ്രബുദ്ധ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയവൾ പൂഞ്ഞാർ പ്ലാത്തോട്ടം സുന്ദരി. അനേക വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ പ്രസവിക്കുന്ന നാട്ടാന പെണ്ണ് എന്നതാണ് ഈരാറ്റുപേട്ട പ്ലാത്തോട്ടം സുന്ദരിയുടെ പ്രശസ്തിക്കും പ്രസക്തിക്കും കാരണം. ആനയും ആനക്കാര്യങ്ങളും ആനപ്രേമവും ജീവിതത്തിന്റെ ഭാഗം തന്നെയാക്കി കഴിഞ്ഞ മലയാളികളുടെ മണ്ണിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കാവുന്ന നാട്ടാന പ്രസവത്തിലെ വീരനായികയെ കണ്ടുവണങ്ങാൻ, അവളുടെ അരുമ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കിഴക്കൻ മലമടക്കുകൾ താണ്ടി ഒരാനമല കയറ്റം. അതെ, അമ്മിഞ്ഞപ്പാൽ എവിടെ അമ്മേ എന്ന് ചോദിച്ച് കീയം കീയം കീറിപ്പൊളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളോട് ഇന്ന് വരും മുല, നാളെ വരും മുല, മറ്റന്നാൾ മുല മുറ്റത്ത് എന്ന് പറഞ്ഞു പറ്റിക്കുന്ന കോഴിയമ്മമാരെ പോലെ ഇന്ന് പെറും നാളെ പെറും, ഞാൻ പെറ്റാൽ എന്റെ കുഞ്ഞിടുന്ന കണ്ടിവെണ്ണയ്ക്ക് തന്നെ 4 ലക്ഷം എന്നൊക്കെ വീമ്പിളക്കി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആനപ്രേമികളെയും മാധ്യമ പ്രവർത്തകരെയും മുഴുവൻ വയറ്റാറ്റുകളാക്കി മാറ്റിയ ഒരാനപ്പെണ്ണ് സൃഷ്ടിച്ച ചൂടും പുകയും കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഈരാറ്റുപേട്ട പൂഞ്ഞാർ പ്ലാത്തോട്ടം ജോർജ് കുട്ടി എന്ന ജോർജ് തോമസിന്റെ സ്വന്തമായ സുന്ദരി എന്ന മിടുക്കി യാതൊരുവിധ ഒച്ച അനക്കങ്ങളുമില്ലാതെ
ഇവിടെ കൂളായി കാര്യം സാധിച്ചത്. സംഭവസ്ഥലം അങ്ങ് കുമിളിയിലായിരുന്നതിനാൽ ആനപ്രസവത്തിന്റെ വാർത്ത അറിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ കുമിളിയിൽ എത്തിച്ചേരുമ്പോഴേക്കും രാത്രി നന്നേ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അതിനാൽ നേരെ ഒന്ന് പുലർന്നു കിട്ടുവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് അമ്മയ്ക്കും കുഞ്ഞിനും അരികിലേക്ക് ഞങ്ങൾ ഓടിക്കിറച്ചെത്തുമ്പോൾ ആനപ്രസവം നടന്നിട്ട് 24 മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അതെ, തലേന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷമായിരുന്നു സുന്ദരിയമ്മ അവളെ സംബന്ധിച്ചിടത്തോളം സപ്ത അത്ഭുതങ്ങൾക്ക് മേലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തിന് ജന്മം നൽകിയത്. 24 മണിക്കൂർ മാത്രം പ്രായമുള്ള ഒരു ആനക്കുട്ടിയും അഭിമാനം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ തന്നെ കാലെടുത്തു വെച്ച് നിൽക്കുന്ന ഒരു അമ്മ നാട്ടാനയും. ആനകൾക്ക് മുന്നിലും പിന്നിലുമായുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ 4 എലിഫന്റിന് മുന്നിൽ അങ്ങനെയും ഒരു അപൂർവ നിമിഷം. ഈരാറ്റുപേട്ടയിലാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി സുന്ദരി പെണ്ണ് കുടി പാർത്തിരുന്നതെങ്കിലും അവളുടെ വയറ്റിലെ ചവിട്ടും കുത്തുമൊക്കെ ഇത്തിരി കനപ്പെട്ടതോടെ 3 മാസം മുമ്പ് പ്രകൃതിയുടെ സുന്ദരമായ മടിത്തട്ടിലേക്ക്, ഹൈറേഞ്ചിലെ 2ാം സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കുമിളിയിലേക്ക് അവളെ മാറ്റുകയായിരുന്നു. പെട്ടെന്നൊന്നും ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന ഏനക്കേടുകൾ കുറ്റിയും പറിച്ച് കൂടോടെ എത്തിപ്പെടില്ലാത്ത ഒരിടത്തായിക്കോട്ടെ തന്റെ തിരുവയറൊഴിയൽ എന്ന് അവളും തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് അവൾ കുമളിക്കടുത്തുള്ള തണുത്തുറഞ്ഞ പ്രകൃതി രമണീയമായ ഏലക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന എലിഫന്റ് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നത്. കേരളത്തിലെ ആനകളെ പ്രധാനമായിട്ട് കാലോത്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഉത്സവം എഴുന്നള്ളിപ്പ്, മറ്റൊന്ന് തടിപ്പണി. ഇത് രണ്ടും വിട്ട് ഇതിനെ ടൂറിസം രംഗത്ത് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത, നിങ്ങളുടെ ഈ എലിഫന്റ് ജംഗ്ഷൻ എന്നൊരു ആശയം അതെങ്ങനെയാണ് ഉണ്ടായത്? അതുണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് ശിവൻകുട്ടി ആന എന്ന് പറഞ്ഞൊരു ആന ഉണ്ട്. കൊറനാട്ടൂരിലെ ആനയാണ്. ഗോവാക്കാരൻ്റെ ഒരു റിസോർട്ടിൽ നിർത്തുന്നതിന് ഒരു അഡ്വർടൈസ്മെന്റ് പത്രത്തിൽ കണ്ടതനുസരിച്ച് പുള്ളി ഇവിടെ കേരളത്തിൽ വന്ന് ആനയെ അവിടെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ റൈഡിങ്ങിന് മാത്രമായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് പുള്ളിക്ക് അത് ഭയങ്കര വിജയമായി, ക്ലിക്കായി ശരിക്കും. അതായത് പുള്ളി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഈ ആന ചെന്നതോടെ സ്ഥാപനം രക്ഷപ്പെട്ടു. നല്ല 5000-6000 ഗസ്റ്റ് ഒരു വർഷം അവിടെ വന്നു പോകുന്നു. ഈ ആനയിലൂടെ തന്നെ. അപ്പൊ ഈ ആന ചെന്ന്, കൊമലാന ചെന്ന് ആ വർഷം നല്ല അത് കഴിഞ്ഞ് പിന്നെ ആനയുടെ എണ്ണം കൂട്ടി, നമ്പർ കൂട്ടി, എണ്ണം കൂട്ടി. ഒരു പാർക്ക് പോലെയാ അവിടെ. അതിന്ന് ഉരുത്തിരിഞ്ഞതാണിത്. അപ്പൊ 6 വർഷം ഞാൻ അവിടെ ലീസിന് കൊടുത്തിരുന്നു. ആ കൂടെ ഞാനും കൂടെ കുറെ കൂടി ഇവിടുന്ന് നമ്മുടെ തൃശ്ശൂർ പൂരം സ്റ്റൈല് അതൊക്കെ അവിടെ അവതരിപ്പിക്കുമായിരുന്നു. വൈകിട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. പിന്നെ തടിവലിയ, കുളിപ്പീര്, എലിഫന്റ് ബാത്ത്, എലിഫന്റ് ഷവർ ബാത്ത് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം ഉണ്ട്. ആനയുടെ മേളില് ഗസ്റ്റ് കയറി ഇരുന്നിട്ട് ആനയെ കൊണ്ട് കൈക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു. ഗസ്റ്റിനെ കുളിപ്പിക്കുക. അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ കൂടുതൽ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഗസ്റ്റിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ ഗസ്റ്റ് മേളിൽ കയറി ഇരുന്ന് ആന മേളിലോട്ട് 3 കൈ തുമ്പ് കൈ വെള്ളം ഒഴിക്കും. അത് 100 പേരൊക്കെ ഒരേ സമയത്ത് വരും. ഒരാള് ഇങ്ങനെ ഒഴിച്ച അടുത്തയാള് മാറി ഇങ്ങനെ ഒഴിക്കുക. അവർക്ക് ഭയങ്കര ഇതാ. ആന എലിഫന്റ് ഷവർ ബാത്ത് എന്നായിരുന്നു ഞങ്ങൾ അതിന് പേര് കൊടുത്തത്. അതിൽ നിന്നാണ് നമ്മള് കേരളത്തിലോട്ട് അത് കൊണ്ടുവരാൻ തോന്നി. ഈ വർഷം ഞാൻ അതിനെ വിട്ടില്ല, അങ്ങോട്ട് വിട്ടില്ല. ഉണ്ട്, വേറെ ആനകളുണ്ട്. പിടിയാനകൾ അവിടെ കൊടുക്കുന്ന ചെങ്കുട്ടി ഇവിടെ തന്നെ. ഒരു ഹൈലൈറ്റ് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങോട്ട് വിളിച്ചു. അത് ഇവിടെ തുടങ്ങാനുള്ള, ഈ കുമളിയിലേക്ക് തുടങ്ങാനുള്ള, കുമളിയിലേത് ആദ്യം ആശയം ഞങ്ങൾ കുമളി ടൗണില് ചെറുതായിട്ട് എലിഫന്റ് റൈഡ് മാത്രം കൊടുത്തു. അത് ചെറുതായിട്ട് സക്സസ് ആയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ടൗണിൽ ട്രാഫിക് ജാം ആകുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്ഥലം അന്വേഷിച്ചപ്പം ഇവിടെ കല്ലറയ്ക്കൽക്കാർക്ക് അവർക്ക് ഇവിടെ നല്ലൊരു സ്ഥലം ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല കാമാൻ ഗേറ്റ് പ്ലേസ്, ഒരു നല്ല പ്ലാന്റേഷന്, ആ കൂടെ നമുക്ക് ഒരു ഫോറസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഇത്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല വേറെ ആരുടെയും ശല്യമില്ലാതെ ഗസ്റ്റിന് പ്രൈവസി, ശരിക്കും പ്രൈവസി എന്ന് പറയാം. അങ്ങനെ അത് നല്ല ഇതാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് വൈഡായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കോമ്പറ്റീഷൻ. 4 കൊല്ലം ഞങ്ങൾ കുഴപ്പമില്ലാതെ ചെയ്തപ്പോഴാണ് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ഈ വർഷം 9 ആനകളോളമായി ഇവിടെ കുമളി തന്നെ ഓരോരുത്തർ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ അതിൽ നിന്നൊരു വൈവിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്
പുതിയ അതായത് ഒരു ഗർഭിണി ആനകൾ, അതായത് ഒരു ഫാമിലി ആന ഫാമിലി. അപ്പൊ അവർ വന്നു കഴിയുമ്പോൾ കുട്ടി, തള്ള, കൊമ്പൻ, വേറെ ആനകള് എല്ലാവരും കൂടെ ഉള്ളത്. അപ്പൊ അത് ഗസ്റ്റിന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. ഗർഭിണിയെ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തി. സുന്ദരി എന്ന് പറഞ്ഞാൽ അതെ, കാഴ്ചയിലെ സൗന്ദര്യം ഇവളുടെ പേരിനുമുണ്ട്. ഇവളുടെ പേര് തന്നെ സുന്ദരി എന്നാണ്. പക്ഷേ സുന്ദരി എന്ന ഈ പുതിയ പേരും സ്വീകരിച്ച് ഇവൾ ഒരു മലയാളി പെണ്ണായി മാറിയിട്ട് 6-7 മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് തനി ഒരു ആസാമി. അന്നത്തെ പേര് കാഞ്ചി എന്നായിരുന്നു. ആസാമിൽ നിന്നും ബീഹാർ വഴി കൊല്ലം ചുറ്റിക്കറങ്ങിയാണ് കാഞ്ചി പ്ലാത്തോ